മലയാള സിനിമയിലെ താരങ്ങൾക്ക് പുറമേ കാണുന്ന തിളക്കം സ്വഭാവത്തിലില്ല എന്നത് പരസ്യമായ രഹസ്യമാണ്. 4 വർഷം പൂഴ്ത്തിവെച്ചിട്ടും കോടതി വഴി പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് തന്നെയാണ് പറയുന്നത്. സിനിമയുടെ ഉള്ളാഴങ്ങളെക്കുറിച്ച് നേരിയ അറിവുള്ളവർക്ക് പോലും ഈ റിപ്പോർട്ടിൽ പുതുമയോ അതിശയമോ തോന്നാനില്ല. പൊതുവായ കാര്യങ്ങളെപ്പറ്റി വേഗമായി പറഞ്ഞു പോകുന്നത് കൊണ്ട് റിപ്പോർട്ടിന്മേൽ കേസെടുക്കാനാവില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ആരെയും പരാതിയുമായി വന്നാൽ കേസെടുക്കാമെന്നാണ് DGP പറയുന്നത്. കരിയർ മോഹമുള്ള നടിമാരും പരാതിയുമായി വരില്ല എന്ന് ഉറപ്പാണല്ലോ. ഇന്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഫ്യൂഡൽ ജീർണത അവസാനിക്കാത്ത ജനാധിപത്യ സംവിധാനത്തിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരാത്ത ഒരു സമൂഹമാണിത്. ഈ ജീർണത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. അത് ശരിയുമാണ്. സമൂഹം നന്നായാലല്ലേ സിനിമാക്കാരും നന്നാകൂ. ഒക്കെ സമൂഹത്തിന്റെ കുഴപ്പമാണല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ വായിച്ചു തീർന്നില്ലെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാദം. മന്ത്രിയായതിനു ശേഷം സിനിമാ മേഖലയിലുള്ള ഒരാളും പരാതിയുമായി തന്റെ അടുത്ത് വന്നിട്ടില്ലെന്നും സർക്കാരിനൊന്നും ഒളിക്കാനില്ലെന്നുമാണ് മന്ത്രിയുടെ വാദം. ഇരകളെ ഒളിപ്പിച്ച് വേട്ടക്കാരെ രക്ഷിക്കുകയാണ് സർക്കാരെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ശരിയാണെന്ന് തോന്നും മന്ത്രിയുടെ വാക്കുകൾ കേട്ടാൽ. മൊഴികൾ പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞിരുന്നു. സർക്കാരിന്റെ മുന്നിലേക്ക് മൊഴികൾ വന്നിട്ടില്ല. മൊഴി ആവശ്യമില്ല. കാരണം പല ആളുകളും മൊഴി കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് പോലീസിൽ മൊഴി കൊടുക്കാം. ജസ്റ്റിസ് ഹേമയ്ക്ക് മൊഴിയുടെ പകർപ്പ് കോടതിയിലോ പോലീസിനോ കൈമാറാം. അത് ചെയ്തിട്ടില്ല. പൊതു സ്വഭാവമുള്ള റിപ്പോർട്ടാണ് അവർ സമർപ്പിച്ചത്. ഞങ്ങളുടെ മുമ്പിൽ വന്ന നിർദ്ദേശങ്ങൾക്ക് മേലാണ് സർക്കാർ തീരുമാനമെടുക്കാൻ പോകുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. പരാതിയുള്ളവർക്ക് സർക്കാരിനെ സമീപിക്കാം. സർക്കാർ ഇരയോടൊപ്പമാണ്. അതിലൊരു സംശയവുമില്ല. വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന ഷൂട്ടിംഗ് സെറ്റുകളുമുണ്ട്. ജസ്റ്റിസ് ഹേമ ചൂണ്ടിക്കാണിച്ചത് പൊതു പ്രശ്നങ്ങളാണ്. കേരളത്തിലെ എല്ലാ സിനിമാക്കാരും കുഴപ്പക്കാരാണെന്ന് പറയാനാകില്ല. നടി ആക്രമിക്കപ്പെട്ട ഒരു കേസ് സർക്കാരിന്റെ മുന്നിൽ വന്നപ്പോൾ സ്വീകരിച്ച നിലപാടറിയാമല്ലോ. ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ലല്ലോ. എല്ലാവർക്കും ചേർന്ന് നമ്മുടെ സഹോദരിമാർക്ക് സംരക്ഷണം ഒരുക്കണം. റിപ്പോർട്ടിനൊപ്പമാണ് ഞങ്ങളെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടിൽ സാംസ്കാരിക മന്ത്രി പറഞ്ഞതൊക്കെ കൃത്യമാണെന്ന് സിനിമാക്കാരനായ മന്ത്രി ഗണേഷ് കുമാറും പറയുന്നു. ഗതാഗത മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. പരാതികളെല്ലാം ശരിയാണെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ഗണേഷ് കുമാറിന്റെ ചോദ്യം. ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പലതും. തന്നോട് പരാതി പറഞ്ഞാൽ എനിക്ക് പച്ചയ്ക്ക് പുറത്തു പറയാനാകും. റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ലെന്നും ഗണേഷ് കുമാർ ന്യായീകരിക്കുന്നു. ക്ലാസിക് സിനിമകൾ ഒരുക്കിയ മലയാള സിനിമയ്ക്ക് ദുഷ്പേരുണ്ടാക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളാണെന്നാണ് ശശി തരൂർ MP പറയുന്നത്. സിനിമാ മേഖല സ്വയം നവീകരിക്കുന്നതിന് തയ്യാറാകണം. റിപ്പോർട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമെന്നും സർക്കാർ നിലപാടെടുക്കാൻ വൈകിയത് ക്ഷമിക്കാൻ പറ്റുന്നതല്ലെന്നും തരൂർ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നിലപാടും ഇത് തന്നെയാണ്. റിപ്പോർട്ട് എന്തുകൊണ്ടാണ് സർക്കാർ 5 വർഷത്തോളം പൂഴ്ത്തിവെച്ചത്? സ്ത്രീകൾക്ക് സുരക്ഷിതമായ സാമൂഹിക സാഹചര്യമല്ല നിലനിൽക്കുന്നത്. എന്നിട്ടും നിലപാടെടുക്കാൻ സർക്കാർ വൈകുന്നത് എന്താണ്? മൊഴി നൽകിയ ആരും പരാതി നൽകിയില്ലെന്നാണ് മന്ത്രി പറയുന്നത്. സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും പരാതി? തെറ്റ് കണ്ടാൽ നടപടിയെടുക്കാൻ പരാതി വേണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? ഈ ചോദ്യങ്ങളിൽ നിന്ന് എത്ര കാലം സർക്കാർ ഒളിച്ചോടുമെന്ന് കണ്ടറിയാം.